ആനിമെ സീരീസായ ഡീമൺ സ്ലെയർ കിമത്സു നോ യായിബയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് യുറിച്ചി സുഗുനുകുനി. ഡീമൺ സ്ലെയറുകളുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ വാൾപ്പയറ്റുകാരനായിട്ടാണ് ഇദ്ദേഹത്തെ കണക്കാക്കുന്നത്. യുറിച്ചിയെക്കുറിച്ച് ചില പ്രധാന വിവരങ്ങൾ. ജനനം: ഒരു സാധാരണ കുടുംബത്തിലാണ് യുറിച്ചി ജനിച്ചത്. അദ്ദേഹത്തെ കോക്കോഷിബോ അല്ലെങ്കിൽ മിച്ചികാട്സു സുഗുനുകുനി എന്ന പേരിൽ ഒരു ഇരട്ട സഹോദരനുണ്ടായിരുന്നു. അസാധാരണ കഴിവുകൾ: കുട്ടിക്കാലം മുതൽക്കേ അസാധാരണമായ കഴിവുകൾ യുറിച്ചിക്ക് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ജന്മനാ തന്നെ ഡീമൺ സ്ലെയർ മാർക്ക് ഉണ്ടായിരുന്നു. വാളെടുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ആത്മീയ ലോകവുമായി ബന്ധപ്പെടാനും തൻ്റെ ശത്രുക്കളുടെ ചലനങ്ങൾ മുൻകൂട്ടി കാണാനും കഴിഞ്ഞിരുന്നു. പൂർണ്ണ ബ്രീത്തിങ്: യുറിച്ചിയാണ് സൺ ബ്രീത്തിങ് എന്ന ആയോധന വിദ്യയുടെ ഉപജ്ഞാവ്. പിന്നീട് ഈ വിദ്യ ഡീമൺ സ്ലെയർമാർക്ക് കൈമാറി. ഇത് പല ബ്രീത്തിങ് ശൈലികളുടെയും അടിസ്ഥാനമായി മാറി. മൂസാൻ കിബുത്സുജിയുമായി പോരാട്ടം: ഡീമൺ കിങ് ആയ മൂസാൻ കിബുത്സുജിയെ നേരിട്ട അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ് യുറിച്ചി. ഈ പോരാട്ടത്തിൽ മൂസാനെ മരണം വരെ എത്തിക്കാൻ യുറിച്ചിക്ക് കഴിഞ്ഞു. പക്ഷേ മൂസാൻ ഒടുവിൽ രക്ഷപ്പെട്ടു. ദുരന്തപൂർണമായ മരണം: ഈ പോരാട്ടത്തിന് ശേഷം യുറിച്ചിക്ക് രക്തരോഗം ബാധിച്ചു. ഒരു ഡീമൺ സ്ലെയർ ആയിരിക്കുമ്പോഴും യുറിച്ചിക്ക് തൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്നു. പിന്നീട് 85 വയസ്സുള്ളപ്പോൾ തൻ്റെ സഹോദരൻ കോക്കോഷിബയുമായി പോരാടുന്നതിനിടയിൽ വാർദ്ധക്യ സഹജമായ ബലഹീനത കാരണം അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയായിരുന്നു. പാരമ്പര്യം: യുറിച്ചിയുടെ ശക്തിയും ഡീമൺ സ്ലെയർമാർക്ക് അദ്ദേഹം നൽകിയ പാരമ്പര്യവും ഡീമൺ സ്ലെയർ പരമ്പരയിലെ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. പ്രത്യേകിച്ച് ടാഞ്ചറോ കമാഡയുടെ കഥയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു. വലിയ ആരാധക വൃന്ദം: യുറിച്ചിയുടെ കഥയും ദുരന്തപൂർണമായ ജീവിതവും അദ്ദേഹത്തെ ആരാധകർക്കിടയിൽ പ്രിയപ്പെട്ട കഥാപാത്രമാക്കി മാറ്റി.